ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബലിപെരുന്നാൾ ആശംസകൾ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നലത്തെ എൻ്റെ കുറച്ച് വിശേഷമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ 30 ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അമ്പലത്തിലേക്കൊക്കെ പോയി. അപ്പോൾ രാവിലെ പൂരിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ അതൊന്നും വിശദമായിട്ട് കാണിക്കണില്ല. പൂവാള ധൃതി കൊണ്ടൊക്കെ ആയിട്ട് പണികൾ പെട്ടെന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പൂരിയും കറിയൊക്കെ ഉണ്ടാക്കി, സബ്ജി നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ കൂടിയിട്ട് അതൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. അതുപോലെ തന്നെ ഉത്രാളിക്കാവിലേക്കാണ് ആദ്യം പോയത്. ഞാൻ ഉത്രാളിക്കാവിലേക്കും വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്രാളിക്കാവിലേക്ക് എത്തി. അവിടെയൊക്കെ തൊഴുത് 30 ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു കല്യാണം ഉള്ള പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഉത്രാളിക്കാവിൻ്റെ അവിടെ കാണുന്ന ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ചയാണിത്. പച്ചപ്പാർന്ന പാടങ്ങളും അതുപോലെ തന്നെ അതിന് നടുവിൽ കൂടെ ട്രെയിൻ കടന്നു പോകുന്ന ട്രാക്കും അതിനപ്പുറം മലകളും. ആ ഹരിതവർണ്ണം എന്ന് പറഞ്ഞ പോലെ പച്ച നിറമാർന്ന ആകെ മൊത്തം ഇങ്ങനെ കാണുമ്പോൾ പച്ച നിറമാർന്ന കാഴ്ച ഉണ്ടല്ലോ, കാഴ്ച. അതിന് നടുവിൽ ഉങ്ങുമരം, അതുപോലെ തന്നെ ആല്, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പ്രകൃതി രമണീയ ഭംഗിയിലിരിക്കുന്ന നമ്മുടെ രുദ്രമഹാകാളിക്കാവ്, ഉത്രാളിക്കാവ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. എത്ര പേരായി ഇന്നലെ, നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേര് വീഡിയോസ് എടുക്കലും ഫോട്ടോ എടുക്കലും പാടത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് പാടത്തിൻ്റെ അവിടെ നിന്നിട്ടും ട്രാക്കിൻ്റെ മുകളിലേക്ക് കയറിയിട്ടും ഒക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറമേ നിന്നും വരുന്നവർക്കും അത് നല്ലൊരു ഭംഗിയുള്ള കാഴ്ച, നമുക്കാണെങ്കിലും അത് കാഴ്ച ഭംഗി തന്നെയാണ്. എത്ര സമയം ചെലവഴിച്ചാലും മതി വരാത്ത ഈ കാഴ്ച ഉത്രാളിക്കാവ് ഭഗവതിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് റോഡ് സൈഡിലുള്ള ഒരു ആലാണിത്. ആൽത്തറയൊക്കെ ഉണ്ട്. ഈ ആൽത്തറയിൽ ഇരുന്നിട്ടും കുറേ പേര് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലുണ്ട്. ഇവിടെ നിന്ന് അമ്പലത്തിന് കാണുന്ന ഒരു ദൃശ്യമാണിത് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ കണ്ട് പാടത്തിൻ്റെ ചുറ്റും പാടങ്ങളാൽ ചുറ്റിക്കിടക്കുന്ന അതിന് നടുവിൽ ഉത്രാളിക്കാവ് ഭഗവതി. അപ്പോൾ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ക്ഷേത്രത്തിനകത്ത് നിന്നിട്ടും കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല തിരക്കായതിനാലും. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലും പായസമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ അമ്മയും കൊണ്ടിട്ടാണ് പോയത്. അപ്പോൾ അമ്മേനൊക്കെ പിടിച്ച് കൊണ്ട് നടക്കേണ്ട കാരണം കൊണ്ടും ഞാൻ അങ്ങനെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്ന് ആ റോഡ് സൈഡിൽ ആലിൻ്റെ അവിടെ ഞാൻ അങ്ങനെ നിന്നപ്പോൾ അപ്പോൾ അതേ ട്രെയിൻ പോണ് കണ്ടു കേട്ടോ. അപ്പോൾ ആ ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. കാരണം ആ പച്ചപ്പിൻ്റെ ഇടയിൽ ആ നിൽക്കുന്ന ഉത്രാളിക്കാവ് ക്ഷേത്രം, അതിന് സൈഡിൽ കൂടെ പോകുന്ന ട്രെയിനും കാണുമ്പോൾ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇതേ റോഡിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നതാണ് ഇത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് കയറി. അപ്പോൾ ഞാൻ റോഡിൽ നിന്നും അമ്പലത്തിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എടുത്തു എന്ന് മാത്രം കണ്ടു. എന്ത് ഭംഗിയാണ് നോക്കി നോക്കൂ. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോഴുള്ള ഒരു അന്തരീക്ഷം ഒന്ന് മനസ്സിലോർത്ത് നോക്കൂ. അങ്ങനെ ഞങ്ങൾ നേരെ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഉത്രാളിക്കാവിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഓട്ടുപാറ, അതുപോലെ തന്നെ വടക്കാഞ്ചേരി പൂര കമ്മിറ്റി ഓഫീസൊക്കെ ഉണ്ട്. അതിന് മുന്നിൽ കൂടെയാണ് പോവുക. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓട്ടുപാറ സ്റ്റാൻഡാണ്. ഇവിടുന്ന് നമ്മൾ ഓട്ടുപാറ കഴിഞ്ഞ് പിന്നെ ഓട്ടുപാറ സ്റ്റാൻഡാണ്. അതായത് വാഴാനി റോഡിലേക്കുള്ള വഴിയാണ് ആ കാണുന്നത് കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഇടയ്ക്ക് എത്തുകയാണ്. അതായത് ഒരു പുഴപ്പാലുണ്ട്, വടക്കാഞ്ചേരിയിൽ ഒരു പുഴപ്പാലുണ്ട്, പുഴ പോകുന്നുണ്ട്. ആ പുഴയുടെ സൈഡിൽ കൂടെ ഒരു പുഴപ്പാലാണിത്. ഈ പുഴപ്പാലം കഴിഞ്ഞ് നേരെ പൂര കമ്മിറ്റി ഓഫീസാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ, അതായത് നമ്മൾ ഇവിടുന്ന് നേരെ വലത്തോട്ട് തിരിയാണ്. ബോയ്സ് ഹൈസ്കൂളിൻ്റെ സൈഡിൽ കൂടെയാണ് ശിവക്ഷേത്രത്തിലേക്ക് പോവുക. ഞാൻ അതിന് മുൻപൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശിവക്ഷേത്രത്തിലേക്ക് എത്തി. അവിടെയും തൊഴുതതിന് ശേഷം കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മതിലിൻ്റെ സൈഡിൽ 3 മുരിങ്ങ, അതായത് ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങ ഉണ്ടാവാതെ ഞാൻ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് കൊമ്പ് കുത്തിയിട്ടിട്ടാണെന്നറിയോ അവസാനം പൊടിച്ചുണ്ടായ മുരിങ്ങയാണിത്. നല്ല നീളത്തിലുള്ള മുരിങ്ങക്കായും കിട്ടും. മുരിങ്ങ മരം വലുതായി നല്ലാതെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടാണ് പറഞ്ഞിട്ട് നമ്മുടെ ഇളം ചൂടോട് കൂടിയ കഞ്ഞിവെള്ളം, ദിവസം അരി വാർത്ത് വെച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം ഞാൻ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും. വേനൽക്കാലത്തൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തിട്ട് ഇപ്പോൾ നിറച്ച് മുരിങ്ങക്കായ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മുരിങ്ങ ഉയരം പോയത് കൊണ്ട് മുരിങ്ങക്കായ കിട്ടാനും കഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊമ്പൊക്കെ വെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് മുഴുവനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ അപ്പുറത്തൊരു വീടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് മറിഞ്ഞ് വീട്ട് അവർക്ക് ബുദ്ധിമുട്ട് വേണ്ടല്ലോ. അപ്പോൾ നല്ലപോലെ വലുതായി വരുമ്പോൾ ഞാനത് വെട്ടി വൃത്തിയാക്കും. അങ്ങനെ വെട്ടി വൃത്തിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ ഇഷ്ടം പോലെ അതിലുണ്ടായിരുന്നു. അതിന് ശേഷം അപ്പോൾ ഇത് വെട്ടാനൊക്കെ ആയിട്ടൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ആ പാത്തിയുടെ മുകളിൽ പ്ലാവിൻ്റെ ഇല, അപ്പുറത്ത് പാമ്പുങ്കാവുണ്ട്, അതിൽ നിന്നും പ്ലാവിൻ്റെ ഇല വന്ന് വീണിട്ട് അത് പാത്തിയൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ബ്ലോക്കായിട്ട്
പാത്തിയിൽ നിന്നൊക്കെ കവിഞ്ഞൊഴുകായിരുന്നു. ഭയങ്കര ശല്യമായിരുന്നു മഴയൊക്കെ പെയ്യുമ്പോൾ കേട്ടോ. അതും നല്ല ശക്തിയുള്ള മഴയല്ലേ പെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിൻ്റെ ശക്തിക്കും കൂടിയിട്ട് തിരുമ്പണ കല്ലിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ കുതിച്ച് ചാടിയും എല്ലായിടത്തേക്കും തെറുക്കി. അപ്പോൾ നമ്മൾ ചകിരിയൊക്കെ വെച്ച ചാക്കിൻ്റെ മുകളിലേക്കൊക്കെ തെറുക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ പാത്തിയൊക്കെ ഒന്ന് ക്ലീനാക്കി തന്നു. അപ്പോൾ അപ്പുറത്ത് പാമ്പങ്കാവുന്ന 2 കൊമ്പ് ഇങ്ങനെ പ്ലാവിൻ്റെ കൊമ്പ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇലകളാണ് ഇതൊക്കെ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ലല്ലോ, നമ്മളിപ്പോൾ ക്ലീനാക്കുക അത്ര തന്നെ പറ്റുള്ളൂ. അങ്ങനെ ആ കുട്ടി അതൊക്കെ ക്ലീനാക്കി തന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മുരിങ്ങക്കൊമ്പ് വെട്ടിയതൊക്കെ ഓരോ ഭാഗത്തൊക്കെ കൂട്ടിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ഓരോരുത്തർ ആരെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യിക്കുക. ചെയ്യാൻ കിട്ടേണ്ട താമസമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യിക്കും, അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാക്കുന്നില്ല കേട്ടോ. അതായത് മറ്റുള്ളവർക്ക് ശല്യം വേണ്ട, നമ്മൾക്ക് അടുത്ത വീട്ടുകാർക്കോ ആർക്കും ശല്യങ്ങളില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം വെച്ചപ്പോൾ എന്താ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളൊരാളെ കിട്ടണവരെ ചിലപ്പോൾ സമയമൊക്കെ പോണതേ. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, അറിയാം. അതല്ല എന്നാലും പറയുകയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.